ഹലോ ഗൈസ്, ഹാപ്പി ഓണം. ഇപ്പോൾ ഓണമായിട്ട് എന്താണ് പരിപാടി? ഓണമായിട്ട് നമുക്കല്ലല്ലോ പരിപാടി, നമ്മുടെ ഏമാമാർക്കല്ലേ. ഏമാമാർക്ക് എന്താ പരിപാടി എന്ന് കാണിച്ചു തരാം. താമസിക്കുന്ന ആൾക്കാരെ പ്രൈവസി ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഒരു 2 പേരോ ചിത്രം പേര് കയറണം. കുറച്ച് പേരാ പിന്നെ ഈ താമസിക്കുന്ന ആൾക്കാരെ അധികം ബുദ്ധിമുട്ടിക്കാതെ ലോഡ്ജിന്റെ എല്ലാ റൂമും നോക്കുക. ഇവിടെ കളക്ട് ചെയ്തിട്ടേ അവരെ പ്രൈവസിയും ബുദ്ധിമുട്ട്. ഞാൻ ഇവിടെ വരാം. ഒരു 10 ആൾക്കാർ വന്നാൽ നിലവിൽ ഇപ്പൊ എത്ര പേര് താമസമുണ്ട്? ആളുള്ളൂ. ഇവിടെ രജിസ്റ്റർ ഇവിടെ നമ്മുടെ ഓണക്കാലമായിട്ട് ഇതിനകത്ത് ഈ ലോഡ്ജുകളും മറ്റു കടകളും ഒക്കെ നോക്കുന്നതിനും ഇവിടെ ഈ അനധികൃതമായിട്ട് ചീട്ടുകളിയോ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നോ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അതല്ലാതെ നിങ്ങളാരെയും അല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല, മറ്റുള്ള രീതിയിൽ വന്നതാണ്. അപ്പോൾ 1-2 പൂട്ടി കിടക്കുന്ന റൂമും കൂടെ എല്ലാ റൂമും കൂടെ തുറന്ന് കാണിക്കണം. ലോഡ്ജൊക്കെ ചെക്ക് ചെയ്യണം. ലോഡ്ജ് ചെക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും റൂമൊക്കെ എടുത്തിരുന്ന ചീട്ടുകൾ വെച്ച് കഴിഞ്ഞാൽ പിടിക്കാനായിട്ടാണ് റൂം ചെക്ക് ചെയ്യണം. അതായത് എല്ലാവരും വേണ്ട, അവരെ പ്രൈവസി ബാധിക്കും. ഒരു 10 പേര് എൻ്റെ കൂടെ വന്നാൽ 10 പേര് എൻ്റെ കൂടെ വന്നാൽ മതി, അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ളവരുടെ പ്രൈവസി ബാധിക്കും. ആ കഥ തുറന്ന് വരുന്ന ചേട്ടായും ഷർട്ട് ഇട്ടിട്ടില്ല, കയ്യിൽ ഇവിടുത്തോണ്ട് നിൽക്കുകയാണ്. പുള്ളിയുടെ പ്രൈവസി ബാധിച്ചിട്ടില്ല. ഷർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയുന്നത് പുള്ളിയുടെ പ്രൈവസി ബാധിച്ചെന്ന്. ഷർട്ട് ഇടാതെ നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല, പ്രൈവസി ബാധിച്ചിട്ടില്ല. റൂം എടുത്തിരുന്ന് വെള്ളം അടിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഓണത്തിനൊക്കെ വീട്ടിലെ മാമന്മാർക്ക് പെണ്ണുപിള്ളേർ സമ്മതിക്കാതിരിക്കുമ്പോൾ റൂം എടുത്തുനിന്നൊക്കെ കൂട്ടുകാരൊക്കെ ചെന്ന് വെള്ളം അടിക്കും. റൂം എടുത്തിരുന്ന് ചീട്ട് കളിക്കുന്നതിന് ആദ്യമായിട്ട് വിഷയമാണോ എനിക്ക് അറിയത്തില്ല. നമ്മുടെ നാട്ടില് റമ്മി സർക്കിള്, ജംഗിൾ റമ്മി, ഇതൊക്കെ ഓക്കെയാണ്. ഓണായിട്ട് മാമന്മാർക്ക് റൂം എടുത്ത് ചീട്ട് കളിച്ചുകൂടാ, വിഷയമാണ്. ലാസ്റ്റ് അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, ഓക്കെ. ബട്ട് ലോഡ്ജിലൊക്കെ കയറി 10 പേര്, അധികം ആൾക്കാരൊന്നുമില്ല, 10 പേര്, ആരുടെയും പ്രൈവസി ഒന്നും ബാധിക്കില്ല. എല്ലാ റൂമൊന്നും തുറന്ന് കാണിക്കണ്ട, അടച്ചിട്ടേക്കുന്ന എല്ലാ റൂമൊന്നും തുറന്ന് കാണിച്ചാൽ മതി. 1-2 റൂമൊന്നും വേണ്ടി പിന്നെ എല്ലാ റൂമും തുറന്ന് കാണിച്ചാൽ മതി. ഓക്കെ. ലാസ്റ്റ് കാണിച്ച പോലെ കടയിലൊക്കെ കയറി അനധികൃതമായിട്ട് വിൽക്കുന്ന സാധനങ്ങളൊക്കെ ഓക്കെ എടുത്തുകൊണ്ട് പിടിക്കുക, ഫൈൻ അടിച്ച് കൊടുക്കുക, ദാറ്റ്സ് ഓക്കെ. ലോഡ്ജിലൊക്കെ റൂമിൽ താമസിക്കുന്നവര് 10 പേര്, പ്രൈവസി കുഴപ്പം വരൂല. 10 പേരേ ഉള്ളൂ, 10. ഈ ഓണ സമയമാകുമ്പോൾ എപ്പോഴും നാട്ടിൽ വെള്ളം അടിച്ച് അലമ്പാക്കുന്ന പൊതുശല്യമായിട്ട് കിടക്കുന്ന കുറേ ടീംസുകളുണ്ട്. അവരെ പിടിച്ചൊന്ന് അകത്തിട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ്. എവിടെയെങ്കിലും അടച്ച് ഇട്ടിരുന്ന് ചീട്ട് കളിക്കുന്നവരെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോഡ്ജിൽ റൂമിൽ എന്തെങ്കിലും പരിപാടിയിൽ നിൽക്കുന്നവരുടെ തോളെ കയറാൻ പോകാതിരുന്നിട്ട് നാട്ടിൽ പൊതുശല്യമായിട്ടുള്ള ആൾക്കാരെ പിടിച്ചകത്തിടെ ഫൈൻ അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എൻ്റെ കണ്ണ് ചുവന്നിരിക്കണം. ഞാൻ കുളിച്ചിട്ട് വീഡിയോ എടുത്തോണ്ടാണ്. ഞാൻ കഞ്ചാവ് അടിച്ചിട്ട് വന്നതും പറഞ്ഞ് വന്നതും ഗവൺമെന്റിനെതിരെ സംസാരിച്ചെന്നും എന്നെ പിടിച്ചകത്തിടല്ലേ. പ്ലീസ്, ബൈ. ഹാപ്പി ഓണം.